ടെഡ്ഡി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ പ്രൊമോഷൻ ആയതേ ഉള്ളൂ. മിസ് തോംസൺ ആണ് ടെഡ്ഡിയുടെ ക്ലാസ് ടീച്ചർ. അങ്ങനെ പുതിയ അധ്യയന വർഷം ഡേ 1 ഫസ്റ്റ് പീരീഡിൽ സ്വാഭാവികമായും ക്ലാസ് ടീച്ചറായ മിസ് തോംസൺ ടെഡ്ഡിയുടെ ക്ലാസ്സിൽ എത്തിച്ചേരുകയാണ്. മിസ് തോംസൺ ക്ലാസ്സിൽ കാണുന്നത് 30ഓളം വിദ്യാർത്ഥികളെയാണ്. ഓരോ വിദ്യാർത്ഥിയും ഈക്വലി കോമ്പറ്റൻ്റ് ആയിട്ട് തോന്നി. വളരെ സുസ്മേരവദനരായി വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടിരിക്കുന്ന കുറേ കുട്ടികൾ. എന്നാൽ ആ ക്ലാസ്സിൽ ഒരു കോണിൽ ചീകാത്ത മുടിയും മുഷിഞ്ഞ വസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് ടെഡ്ഡി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉത്സാഹം നഷ്ടപ്പെട്ട കണ്ണുകളും ഫോക്കസ് ഡിസ്ട്രാക്ട് ചെയ്യപ്പെട്ട മനോഭാവത്തോടും കൂടി ടെഡ്ഡി ഇരിക്കുന്നത് മിസ് തോംസൺ ശ്രദ്ധിച്ചു. അറിഞ്ഞോ അറിയാതെയോ മിസ് തോംസൺ ടെഡ്ഡിയിൽ നിന്ന് അകലം പാലിച്ചു. അങ്ങനെ നാളുകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. ഫസ്റ്റ് പീരിയോഡിക് ടെസ്റ്റ് കഴിഞ്ഞു, ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞു. ക്ലാസ്സിലെ ഒരുവിധം എല്ലാ കുട്ടികൾക്കും എല്ലാ വിഷയങ്ങളും നല്ല സ്കോറുകളുണ്ടായിരുന്നു. പക്ഷേ ടെഡ്ഡിക്ക് മാത്രം ഓരോ വിഷയത്തിലും സിംഗിൾ ഡിജിറ്റായിരുന്നു സ്കോർ. ഈ മുഹൂർത്തത്തിൽ മിസ് തോംസൺ ടെഡ്ഡിയെ ഒന്ന് പേഴ്സ്യൂ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മിസ് തോംസൺ ടെഡ്ഡിയുടെ പൂർവ്വകാല പ്രോഗ്രസ് കാർഡുകൾ ശേഖരിക്കുവാനും അത് റിവ്യൂ ചെയ്യുവാനും വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ 1ാം ക്ലാസ്സിലെ പ്രോഗ്രസ് കാർഡ് മറിച്ച് നോക്കുമ്പോൾ അതിൽ എഴുതി വച്ചിരിക്കുന്നു, ടെഡ്ഡി ഈസ് എ ബ്രൈറ്റ് ബോയ്, ഹീ ഈസ് എ ബോയ് ഓഫ് ഇമ്മൻസ് പൊട്ടൻഷ്യൽസ് ആൻഡ് ഹീ ഈസ് ഹാവിങ് അമേസിംഗ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ്. ഗ്രേഡ് 2 പ്രോഗ്രസ് കാർഡിൽ എഴുതി വച്ചിരിക്കുന്നു, ടെഡ്ഡി ഈസ് എൻ എക്സലൻറ്റ് ബോയ് ബട്ട് ഹിസ് മദർ ഈസ് സീരിയസ്ലി ഇൽ. ഗ്രേഡ് 3 പ്രോഗ്രസ് കാർഡിൽ എഴുതി വച്ചിരിക്കുന്നത്, ടെഡ്ഡീസ് മദർ പാസ്ഡ് അവേ and he is trying to cope up with the grief of the tragedy happened at home. ഗ്രേഡ് 4 പ്രോഗ്രസ് കാർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്, ടെഡ്ഡീസ് ഫാദർ ഈസ് കീപ്പിംഗ് an emotional distance from him and he is left unattended and uncared. മിസ് തോംസൺ മറ്റ് അധ്യാപകരോട് അന്വേഷിക്കുകയാണ് എന്താണ് ടെഡ്ഡിയുടെ മദറിന് സംഭവിച്ചതെന്ന്. കില്ലർ ഡിസീസായ ക്യാൻസറിന് ഇരയാവുകയും അത് മരണത്തിൽ കലാശിക്കുകയും ചെയ്യുകയായിരുന്നു. ടെഡ്ഡിയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ മിസ് തോംസൺ അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണതുപോലെ ഇറ്റ് വാസ് എൻ എക്സ്പീഫനിക് എക്സ്പീരിയൻസ് ഫോർ ഹെർ. ആ നിമിഷം, ആ മുഹൂർത്തത്തിൽ ടെഡ്ഡിക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് നൽകുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തുടർന്ന് മിസ് തോംസൺ ടെഡ്ഡിക്ക് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, ടെഡ്ഡിയെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ടെഡ്ഡിയെ പാമ്പർ ചെയ്യുന്നു. അങ്ങനെ ടെഡ്ഡി പൂർവ്വകാല പ്രതാപത്തിലേക്ക് അതിവേഗം തിരിച്ചു വരികയാണ്. അക്കാഡമിക് അറ്റൈൻമെൻറ്റ് സ്കോറുകളെല്ലാം അതിവേഗം മോഡിഫൈഡായി. മാത്രമല്ല ക്ലാസ്സിലെ ലീഡറായിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്തു. ആ വർഷം കടന്നുപോയി. ഇപ്പോൾ ആ അക്കാഡമിക് ഇയറിൻ്റെ ഒടുവിലെത്തിയിരിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ പിരിഞ്ഞു പോകുമ്പോൾ അതൊരു സെൻഡ് ഓഫ് പോലെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ക്ലാസ് പാർട്ടി നടക്കുകയാണ്. സെൻഡ് ഓഫ് ക്ലാസ് പാർട്ടിയാണ്. എല്ലാ കുട്ടികളും മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വില കൂടിയ ഗിഫ്റ്റുകൾ ടീച്ചർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ടെഡ്ഡി മാത്രം ഒരു മുഷിഞ്ഞ പഴയ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ സമ്മാനങ്ങളുമായിട്ടാണ് എത്തിയത്. ഇത് കണ്ടപ്പോൾ ക്ലാസ്സിൽ മറ്റു കുട്ടികളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് മിസ് തോംസൺ ആ സമ്മാനം നെഞ്ചോട് ഏറ്റുവാങ്ങുകയും ആ കടലാസ് തുറന്നുകൊണ്ട് അതിനകത്തുള്ള സമ്മാനം അഭിവേഷിക്കുകയും ചെയ്യുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു പഴയ ബ്രേസ്ലെറ്റ്, ഏതാനും പളുങ്കുമണികൾ അടർന്നു പോയ ഒരു പഴയ ബ്രേസ്ലെറ്റ്. അതുപോലെ തന്നെ ഒരു പെർഫ്യൂം ബോട്ടിൽ, പകുതി ഉപയോഗിക്കപ്പെട്ട ഒരു പെർഫ്യൂം ബോട്ടിലായിരുന്നു മറ്റൊന്ന്. അപ്പോൾ തന്നെ ആ കുട്ടികളുടെ മുൻപാകെ വെച്ചുകൊണ്ട് മിസ് തോംസൺ ആ ബ്രേസ്ലെറ്റ് കയ്യിൽ അണിയുകയാണ്. ആ പെർഫ്യൂം ബോട്ടിൽ നിന്ന് അല്പമെടുത്ത് തൻ്റെ കയ്യിൽ സ്പ്രേ ചെയ്യുകയാണ്. ആ സ്പ്രേയുടെ ആ ഫ്രാഗ്രൻസ് ആ ക്ലാസ്സിൽ പൊടുന്നനെ പരക്കുകയാണ്. ഇതിനെല്ലാം സാക്ഷിയായിരുന്ന ടെഡ്ഡിക്ക് തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. നേരെ ഡയസിലേക്ക് ഓടി വന്ന് ടീച്ചറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ടീച്ചർ യു സ്മെൽ വെരി മച്ച് ലൈക്ക് മൈ മോം എന്ന് പറഞ്ഞുകൊണ്ട് ടെഡ്ഡിയുടെ കവിളിലൂടെ കണ്ണുനീർ ഇങ്ങനെ ചാലിട്ടൊഴുകയാണ്. ഇതെല്ലാം കണ്ടു നിന്ന കുട്ടികൾക്കും അവരുടെ സങ്കടം അടക്കാനായില്ല. എല്ലാവരും കൂട്ടക്കരച്ചിലായി. മിസ് തോംസൺ പോലും തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. അതിന് ഇങ്ങനെയുള്ള വൈകാരികത മുറ്റി നിൽക്കുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ് ആ ഒരു വർഷം കടന്നുപോയത്. പിന്നീട് ടെഡ്ഡി ആ സ്കൂളിൽ നിന്നും ഗ്രേഡ് 12 പൂർത്തിയാക്കി ആ ക്യാമ്പസ് വിടുകയാണ്. അങ്ങനെ വിടുന്ന മുഹൂർത്തത്തിൽ മിസ് തോംസണ് ടെഡ്ഡി ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ പറയുന്നത്, മിസ് തോംസൺ, താങ്ക് യു സോ മച്ച് ഫോർ ബിലീവിങ് ഇൻ മീ.
യു ആർ ദ ബെസ്റ്റ് ടീച്ചർ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നാളുകൾ കടന്നുപോയി. ടെഡ്ഡി തൻ്റെ മെഡിക്കൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി ചാർജ് എടുക്കുകയും ചെയ്തു. അങ്ങനെ ഏതാനും വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് മിസ് തോംസൺ ഒരു ലെറ്റർ കൂടി കൈപ്പറ്റുകയാണ്. ആ ലെറ്റർ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ലെറ്ററായിരുന്നു. അതിൽ ടെഡ്ഡി എഴുതിയിരിക്കുന്നത് യു ആർ മൈ നിയറസ്റ്റ് റിലേറ്റീവ്, സോ ദ ഇൻവിറ്റേഷൻ ലെറ്റർ ഐ സെൻറ്റ് യു ഫസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈ ക്ഷണക്കത്ത് അയക്കുന്നത് മിസ് തോംസൺ ആണ്. മിസ് തോംസണ് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് കൂടി ടെഡ്ഡി ഓഫർ ചെയ്യുകയാണ്. ഇതാണ് ഈ കഥയുടെ ഒരു സാരാംശം എന്ന് പറയുന്നത്. ഈ കഥയുടെ മോട്ടിവേഷണൽ മോറൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഥ ഉറക്കെ സംസാരിക്കുന്നു. ദ പ്രൊഫൗണ്ട് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ദാറ്റ് ടീച്ചേഴ്സ് ക്യാൻ മേക്ക് ഓൺ ദ ലൈഫ്സ് ഓഫ് സ്റ്റുഡൻസ്. അതുമാത്രമല്ല, ഓരോ ക്ലാസ് മുറികളിലും ഒരു പറ്റം ടെഡ്ഡിമാരിയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ടെഡ്ഡിമാരുടെ ജീവിതത്തിൻ്റെ പിന്നിലെ കഥനകഥകൾ അന്വേഷിക്കുവാനും അത് അറിയുവാനും അതിനനുസരിച്ച് അവർക്ക് ആവുന്ന രീതിയിലുള്ള സപ്പോർട്ട് നൽകുവാനും കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ അധ്യാപകരായിട്ട് മാറുന്നത്. യഥാർത്ഥ വിദ്യാഭ്യാസം നാം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ നീഡ്സിനെ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം നാം പ്രദാനം ചെയ്യുമ്പോഴാണ്. അതിന് നമുക്കെല്ലാവരും കഴിയുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.